ചരിത്രപരമായ ഒരു ബഹിരാകാശ യാത്രയുടെ വിശേഷങ്ങളുമായാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ ശുഭാൻഷു വഹിച്ചുകൊണ്ടുപോകുന്ന ആക്സിയോം 4 എന്ന ദൗത്യം വിജയകരമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകം ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നും 4 യാത്രക്കാരെ വഹിച്ചുകൊണ്ട് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് കുതിച്ചത് അത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നിമിഷമായി മാറിയിരിക്കുകയാണ്. ശുഭാൻഷുവിന്റെ ചരിത്രപരമായ യാത്ര ആക്സിയോ 4 ദൗത്യത്തിന്റെ ഭാഗമായാണ് ഇന്ത്യയിൽ നിന്നും ശുഭാൻഷു ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിക്കുന്നത്. ശുഭാൻഷുവിനൊപ്പം തന്നെ നാസയുടെ മുൻ ബഹിരാകാശ സഞ്ചാരിയും അതുപോലെ തന്നെ ഹംഗറിയുടെ ടിബോർ കപ്പു അതുപോലെ തന്നെ പോളണ്ടിന്റെ സാവോസ് നിസ്നിവിസ്കി എന്നിവരും ഈ ദൗത്യത്തിലുണ്ട്. പെഗ്ഗി വിറ്റ്സാനാണ് ഈ ദൗത്യത്തിന്റെ കമാൻഡർ. ഈ യാത്രയുടെ ബഹിരാകാശ യാത്രയും അതുപോലെ തന്നെ അവിടെയുള്ള ജീവിതവും വീണ്ടും ഒരു ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനിടയിൽ പലരും ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട്. ബഹിരാകാശ ജീവിത സഞ്ചാരികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണത്. ഈ ചോദ്യം സാമൂഹിക മാധ്യമങ്ങളിലടക്കം വലിയ തോതിൽ ഉയർന്നു വരികയാണ്. ഇതിനുള്ള ഉത്തരം അതെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. ബഹിരാകാശ ജീവിതം താൽക്കാലികവും അതുപോലെ തന്നെ സ്ഥിരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ബഹിരാകാശ ജീവിതത്തെ കുറിച്ചൊന്ന് നമുക്ക് നോക്കാം. താൽക്കാലിക ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ സാധാരണയായി കപ്പൽ യാത്രക്കാർക്ക് ഉണ്ടാകാവുന്ന കടൽ ചൊരുക്ക് കേട്ടിട്ടുണ്ടല്ലോ. അതിന് സമാനമായ ഒരു അവസ്ഥയാണ് ബഹിരാകാശ യാത്രയ്ക്ക് ഉണ്ടാവുക എന്നാണ് സ്പേസ് അഡാപ്ഷൻ സിൻഡ്രം എന്ന് പറയുന്നു. ഇത് ഒരു താൽക്കാലിക പ്രശ്നമാണ്. ഇതിന്റെ ഫലമായി സഞ്ചാരികൾക്ക് മനം പുരട്ടൽ, അതുപോലെ ഛർദി, അതുപോലെ തലവേദന, തലകറക്കം, വിശപ്പില്ലായ്മ എന്നിവയെല്ലാം നേരിട്ടേക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊരു ചോദ്യമായി അവശേഷിക്കുകയാണ്. ബഹിരാകാശ നിലയത്തിൽ അനുഭവപ്പെടുന്ന ഭാരമില്ലായ്മയാണ് ഇതിനൊരു കാരണം. ഭൂമിയെ ചുറ്റുന്ന ബഹിരാകാശ വാഹനത്തിന്റെ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന ദിശയും നമ്മുടെ ആന്തരകർണത്തിലുള്ള ശരീരതുലന വ്യവസ്ഥയെ ബാധിക്കുന്നതാണ് ഇത് എന്നാണ് ഇതിനൊരു കാരണമായി പറയുന്നത്. ഭൂമിയിൽ നമ്മുടെ ശരീരം ഗുരുത്വാകർഷണവുമായി പൊരുത്തപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഭാരമില്ലായ്മയിൽ ആന്തരിക അവയവങ്ങൾക്കും അതുപോലെ തന്നെ ദ്രാവകങ്ങൾക്കും സ്ഥാനചലനം സംഭവിക്കും. ഇത് മസ്തിഷ്കത്തിന് ആശയക്കുഴപ്പവും ഉണ്ടാക്കുന്നു. ബഹിരാകാശ ജീവിതവുമായി സഞ്ചാരി പൊരുത്തപ്പെടുന്നതിനോടൊപ്പം തന്നെ ഈ പ്രയാസങ്ങൾക്ക് മിക്കവാറും അത് മാറുകയും ചെയ്യാറുണ്ട്. ബഹിരാകാശ ജീവിതവുമായി സഞ്ചാരി പൊരുത്തപ്പെടുന്നതോടെ ഈ പ്രശ്നം മാറുകയും ചെയ്യും. ആദ്യ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ഈ ബുദ്ധിമുട്ടുകൾ സാധാരണമാകും പിന്നീട്. സുനിത വില്യംസും ബഹിരാകാശ ജീവിതവും നമുക്കൊന്ന് നോക്കാം. ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് ദീർഘകാലം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ ചെലവഴിച്ചത് നമുക്കെല്ലാവർക്കും വ്യക്തമായി അറിയാലോ. അവർ ബഹിരാകാശത്ത് നിന്നും തിരികെ വന്നപ്പോൾ അവരുടെ ആരോഗ്യനിലയെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതുമാണ്. അതെല്ലാം നമുക്ക് ഓർമ്മയുമുണ്ട്. നീണ്ട കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ശേഷം ഭൂമിയിൽ തിരിച്ചെത്തുമ്പോൾ ഗുരുത്വാകർഷണവുമായി വീണ്ടും പൊരുത്തപ്പെടാൻ ശരീരത്തിന് സമയം ആവശ്യമായി വരും. സുനിത വില്യംസിന്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. അവർക്ക് നടക്കാനും അതുപോലെ തന്നെ സാധാരണ രീതിയിൽ പ്രവർത്തിക്കാനും കുറച്ചു കാലം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും എന്നത് നമുക്കറിയാം. പക്ഷേ പേശികളുടെ ബലക്കുറവ്, അതുപോലെ തന്നെ എല്ലുകളുടെ സാന്ദ്രത കുറയുന്നതും അതേപോലെ തലകറക്കവും കാഴ്ചയിലെ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം തിരിച്ചെടുക്കുമ്പോഴേക്കും സമയം ഒരുപാട് എടുക്കുമെന്നത് മറ്റൊരു പ്രശ്നമായി നിലനിൽക്കുകയാണ്. ഇവയിൽ പലതും ശരിയായ പരിശീലനത്തിലൂടെയും അതുപോലെ തന്നെ ചികിത്സയിലൂടെ മാറ്റിയെടുക്കാനും സാധിക്കും. എന്നാൽ ദീർഘകാലം നിലനിൽക്കുന്ന ചില കാര്യങ്ങളുമുണ്ട്. ഗുരുതരമായ വെല്ലുവിളികൾ ദീർഘകാല ബഹിരാകാശത്ത് ജീവിക്കുന്നത് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇവയിൽ ചിലത് ഭൂമിയിൽ തിരിച്ചെത്തുന്നതോടെ പരിഹരിക്കപ്പെടുന്നതുമുണ്ട്. എന്നാൽ ചിലത് തിരിച്ചെത്തിയാലും പരിഹരിക്കപ്പെടാത്തവയുമുണ്ട്. അതിൽപ്പെടുന്നതാണ് ഹൃദയം, തലച്ചോറ്, വൃക്ക, കണ്ണ്, പേശികൾ, അസ്ഥികൾ എന്നിവയുടെ നീണ്ടകാല ബഹിരാകാശ ജീവിത പ്രതികൂലമായി ബാധിക്കും എന്നതാണ്. ഭൂമിയിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ശരീരത്തെ താങ്ങി നിർത്തുന്നത് അസ്ഥികളാണല്ലോ. ബഹിരാകാശത്ത് ഭാരമില്ലായ്മ കാരണം അസ്ഥികൾക്ക് ഈ ബാധ്യത ഏറ്റെടുക്കേണ്ടി വരുന്നില്ല. അസ്ഥികളെ ബലപ്പെടുത്തുന്നത് ഭക്ഷണത്തിലൂടെ ലഭിക്കുന്ന പോഷക ഘടകമായ കാൽസ്യമാണ്. ബഹിരാകാശത്ത് അസ്ഥികളുടെ പ്രസക്തി കുറയുന്നതിനാൽ കാൽസ്യം അവയിൽ നിക്ഷേപിക്കപ്പെടില്ല. പകരം അത് മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനാൽ തന്നെ ദീർഘകാല ബഹിരാകാശ ജീവിതം അസ്ഥികളെ കനം കുറച്ച് ദുർബലപ്പെടുത്തുന്നു. ഭൂമിയിൽ തിരിച്ചെത്തിയാൽ ചെറിയ വീഴ്ചകൾ പോലും എല്ലുകൾക്ക് വേഗം ഒടിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നു. ബഹിരാകാശ സഞ്ചാരികൾ നടത്തുന്ന കഠിനമായ വ്യായാമങ്ങൾ അസ്ഥിനഷ്ട പ്രശ്നത്തെ ഒരു പരിധി വരെ പരിഹരിക്കാൻ പറ്റും. മൂത്രത്തിലൂടെയുള്ള കാൽസ്യത്തിന്റെ അമിത വിസർജനം വൃക്കകളുടെ ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കും. കല്ലുകൾ രൂപപ്പെടാനും ഇതിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് ബഹിരാകാശത്ത് ഭാരമില്ലായ്മ കാരണം നിൽക്കാനും പറ്റാത്തൊരവസ്ഥ. ശരീരത്തിലെ പേശികൾക്ക് കാര്യമായി ജോലി ചെയ്യേണ്ട വരില്ല എന്നതാണ് ഇതിനൊരു കാരണം. ഇത് പേശികൾ ചുരുങ്ങാനും അതുപോലെ തന്നെ ബലം കുറയാനും ഇടയാക്കും.
ഭൂമിയിൽ ജീവിക്കുമ്പോൾ രക്തം പമ്പ് ചെയ്യാൻ ഹൃദയം കഠിനമായി പണിയെടുക്കുന്നുണ്ട്. എന്നാൽ ഭാരക്കുറവ് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ ബഹിരാകാശത്ത് ഈ ജോലി വളരെ എളുപ്പമായി നടക്കും. അതിനാൽ തന്നെ ബഹിരാകാശ ജീവിതം ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ മന്ദീഭവിക്കുന്നു എന്നത് മറ്റൊരു കാര്യമാണ്. ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഹൃദയപേശികളുടെ ശക്തി ക്ഷയിപ്പിക്കാനും ചെയ്യും.